പ്രോകാരിയോട്സ് മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രോകാരിയോട്ടിക് യൂകാരിയോട്ടിക് ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മൈക്രോ ഓർഗാനിസംസിനെ എല്ലാം തന്നെ നമ്മൾ ഒന്നുകിൽ പ്രോകാരിയോട്സ് ആയിട്ട് അല്ലെങ്കിൽ യൂകാരിയോട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു പോകും. അപ്പം അതിൽ മൈക്രോ ഓർഗാനിസംസിൽ വരുന്ന വേറൊരു ഗ്രൂപ്പാണ് വൈറസ് എന്ന് പറയുന്നത്. ഈ വൈറസിൻ്റെ പ്രത്യേകത, വൈറസ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് പ്രോകാരിയോട്ട് നോർ യൂകാരിയോട്ട്. അതിനെ നമുക്ക് പ്രോകാരിയോട്ടായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, യൂകാരിയോട്ടായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പം ഇനി എന്താണ് നമുക്ക് വൈറസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് നമുക്ക് നോക്കാം. ദേ ആർ സ്മോൾ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് which by definition contain either RNA or DNA surrounded by a protective virus coded protein coat. ഇൻട്രാസെല്ലുലാർ ആയിട്ടുള്ള ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള പാരസൈറ്റ് ആണ്. ഇനി അതിനകത്ത് ന്യൂക്ലിക് ആസിഡ്സേ കാണത്തുള്ളൂ. ന്യൂക്ലിക് ആസിഡ്സും അതിനെ ചുറ്റി ഒരു പ്രോട്ടീൻ കോട്ടും. ഇതാണ് ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ. അപ്പം ന്യൂക്ലിക് ആസിഡ്സ് ഒന്നെങ്കിൽ DNA ആയിരിക്കാം അല്ലെങ്കിൽ RNA ആയിരിക്കാം. രണ്ടും കൂടി ഉണ്ടാവുകയല്ല, DNA ഓർ RNA. DNA ആണെങ്കിൽ അതിനെ DNA വൈറസ് എന്ന് നമുക്ക് വിളിക്കാം, RNA ആണെങ്കിൽ നമുക്കതിനെ RNA വൈറസ് എന്ന് വിളിക്കാം. അങ്ങനെ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകും, ആ ന്യൂക്ലിക് ആസിഡിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ കോട്ടും അതിനകത്ത് പ്രസന്റ് ആയിരിക്കും. ഫോർ പ്രൊപ്പഗേഷൻ വൈറസ് depend on specialized host cell supplying the complex metabolic and biosynthetic machinery of eukaryotic or prokaryotic cell. വൈറസിനൊരു പ്രത്യേകതയുണ്ട്, they have no enzymes. അവർക്ക് അവരുടേതായ എൻസൈംസ് ഒന്നുമില്ല. they depend on prokaryotes-നെയോ യൂകാരിയോട്സിനെയോ ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. a complete virus particle is called virion. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വൈറസ് പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് വിരിയോൺ എന്ന് വിളിക്കുന്നത്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ വിരിയോൺ ഈസ് ടു ഡെലിവർ ഇറ്റ്സ് DNA or RNA genome into the host cell so that the genome can be expressed, transcribed and translated by the host cell. ഹോസ്റ്റ് സെൽ വിറിയോണിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ അതാണ്. DNA അല്ലെങ്കിൽ RNA അതിൻ്റെ ന്യൂക്ലിക് ആസിഡിനെ ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ദ വൈറൽ ജീനോം ഓഫൺ വിത്ത് അസോസിയേറ്റഡ് ബേസിക് പ്രോട്ടീൻ ഈസ് പാക്ഡ് ഇൻസൈഡ് എ സിമ്മട്രിക് പ്രോട്ടീൻ ക്യാപ്സിഡ്. അപ്പോൾ ആ പ്രോട്ടീൻ കോട്ടിനെ ഞാൻ പറഞ്ഞു, ഒരു ന്യൂക്ലിക് ആസിഡിന് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ പ്രോട്ടീൻ കോട്ടിനെ, ആ പാക്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ കോട്ടിനെ പറയുന്ന പേരാണ് ക്യാപ്സിഡ്. ദ ന്യൂക്ലിക് ആസിഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ ഈസ് കോൾഡ് ന്യൂക്ലിയോ പ്രോട്ടീൻ. അതിന് ആ ക്യാപ്സിഡും അല്ലെങ്കിൽ ന്യൂക്ലിയോ ക്യാപ്സിഡ്, ആ ന്യൂക്ലിയസും അതിൻ്റെ ആ പ്രോട്ടീൻ കോട്ടും കൂടെ ചേരുന്നതാണ് ന്യൂക്ലിയോ പ്രോട്ടീൻ അല്ലെങ്കിൽ ന്യൂക്ലിയോ ക്യാപ്സിഡ്. ടുഗദർ വിത്ത് ദ ജീനോം ഫോംസ് ദ ന്യൂക്ലിയോ ക്യാപ്സിഡ്. ആ ന്യൂക്ലിയസ്, അതിനകത്തുള്ള പ്രോട്ടീൻ, അതെല്ലാം കൂടെ ചേരുന്ന സ്ട്രക്ചറിനെയാണ് ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് വിളിക്കുന്നത്. ഇനി എല്ലാ വൈറസിനും ഇതുപോലെയുള്ള പ്രോട്ടീൻ കോട്ടുകൊണ്ട് അതിനകത്ത് ന്യൂക്ലിക് ആസിഡുമുണ്ട്. ചില വൈറസ് ഉണ്ട് അതിന് പുറത്ത് ഒരു എൻവലപ്പും കൂടെ കാണും. അതിനെ നമ്മൾ എൻവലപ്ഡ് വൈറസ് എന്ന് വിളിക്കും. ഇൻ എൻവലപ്ഡ് വൈറസ് ദ ന്യൂക്ലിയോ ക്യാപ്സിഡ് ഈസ് സറൗണ്ടഡ് ബൈ ലിപ്പിഡ് ബൈലെയർ derived from the modified host cell membrane and is studded with an outer layer of virus enveloped glycoprotein. അപ്പം അങ്ങനെ ന്യൂക്ലിയോ ക്യാപ്സിഡിന് ചുറ്റും ഒരു എൻവലപ്പ് ഉണ്ടെങ്കിൽ അതിനെ എൻവലപ്ഡ് വൈറസ് എന്ന് വിളിക്കും. ആ എൻവലപ്ഡ് ഈസ് എന്ന് പറയുന്നത്, ദാറ്റ് എൻവലപ്പ്, അതിൻ്റെ കെമിക്കൽ നേച്ചർ എന്ന് പറയുന്നത് ലിപ്പിഡാണ്. ഈ ലിപ്പിഡ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് അത് ഹോസ്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തു വരുന്നതാണ് അതിൻ്റെ ലിപ്പിഡ് ലെയർ എന്ന് പറയുന്നത്. ആ എൻവലപ്പിൽ തന്നെ സ്റ്റഡി ചെയ്തിട്ട് ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ്, പ്രൊജക്ഷൻസ് കാണും. ആ പ്രൊജക്ഷൻസ് ഗ്ലൈക്കോപ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് അതിനകത്ത് പ്രസൻ്റ് ആണ്. ഇനി അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
The genome of a virus may consist of DNA or RNA. DNA ആയിരിക്കാം, RNA ആയിരിക്കാം. അത് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ഉണ്ട്, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ഉണ്ട്, സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ഉണ്ട്, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ഉണ്ട്. അത് ലീനിയർ ആയിട്ട് കാണപ്പെടും, സർക്കുലർ ആയിട്ട് കാണപ്പെടും. Entire genome may occupy either one nucleic acid molecule or several nucleic acid segments. അത് പല segments ആയിട്ട് കാണപ്പെടാം, അല്ലെങ്കിൽ entire ആയിട്ട് കാണപ്പെടാം. The different type of genome necessitate different replication strategy. ഇനി ഇതിന്റെ വൈറൽ മൾട്ടിപ്ലിക്കേഷനകത്ത് ഈ പല തരത്തിലുള്ള ജീനോംസ് ആണ് അതിന് ബേസിസ് ആയിട്ട് വരുന്നത്. വൈറസിന്റെ ഒരു പ്രത്യേകതയാണ് ഇനേർട്ട് ആണ്. ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ അത് ഇനേർട്ട് ആണ്. സ്മോൾ വൈറസ്, എക്സാമ്പിൾ പോളിയോ, ടൊബാക്കോ മൊസൈക് വൈറസ് ക്യാൻ ഈവൻ ബി ക്രിസ്റ്റലൈസ്ഡ്. ക്രിസ്റ്റൽ ഫോമിൽ ഒക്കെ മാറ്റാൻ പറ്റുന്ന ഇതാണ് പോളിയോ വൈറസ് എന്നൊക്കെ പറയുന്നത്. വൈറസ് ആർ അണേബിൾ ടു ജനറേറ്റ് എനർജി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആസ് ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് ഡ്യൂറിംഗ് റെപ്ലിക്കേഷൻ ദേ ഡിപ്പെൻഡ് ഓൺ കോംപ്ലിക്കേറ്റഡ് ബയോകെമിക്കൽ മെഷീനറി ഓഫ് യൂകാരിയോട്ടിക് ഓർ പ്രോകാരിയോ. ദേ ആർ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് ആണ്. അതായത് ദേ ലീവ് ഒൺലി ഇൻസൈഡ് എ ലിവിങ് സെൽ. ഒരു ലിവിങ് സെല്ലിനകത്ത് മാത്രമേ ഇത് ജീവിക്കത്തുള്ളൂ. അപ്പം ആ ലിവിങ് സെല്ലിനെ അതിൻ്റെ മെഷീനറിയാണ് ടോട്ടലായിട്ടും വൈറസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു പ്രോകാരിയോട്ടിക്കോ അല്ലെങ്കിൽ ഒരു യൂകാരിയോട്ടിക്കോ ആയിട്ടുള്ള സെല്ലിൻ്റെ മെഷീനറിയാണ് അത് യൂസ് ചെയ്യുന്നത്. മെഷീനറി മീൻസ് അവരുടെ എൻസൈംസ് എല്ലാമായിരിക്കും യൂസ് ചെയ്യുന്നത്. റെപ്ലിക്കേഷന്, ട്രാൻസ്ക്രിപ്ഷന്, ട്രാൻസ്ലേഷന് ഒക്കെ. The main purpose of virus is to deliver its genome into the host cell to allow its expression. ഇതിനകത്ത് മെയിൻ ഫംഗ്ഷൻ ആണ്. A fully assembled infectious virus is called virion. ഇപ്പം വിരിയോൺ നമ്മൾ നേരത്തെയും പറഞ്ഞു, ആ ഫുൾ ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് യൂണിറ്റിനെ പറയുന്ന പേരാണ് വിരിയോൺ. The simplest virion consists of two basic components, nucleic acid, single or double stranded RNA or DNA, and a protein coat, the capsid, which function as a shell to protect the viral genome from nuclease, which during infection attaches the virion to specific receptors. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വൈറസ് പാർട്ടിക്കിളിനെ പറയുന്ന പേരാണ് വിരിയോൺ. അപ്പോൾ ഒരു വിരിയോൺ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ന്യൂക്ലിക് ആസിഡ് കാണും. ന്യൂക്ലിക് ആസിഡിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടീൻ കോട്ട് കാണും, ക്യാപ്സിഡ് എന്ന് വിളിക്കുന്ന. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയേസ് പോലെയുള്ള എൻസൈംസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ക്യാപ്സിഡ് പ്രോട്ടീൻസ് ആർ കോഡഡ് ഫോർ ബൈവൈറൽ ജീനോം. സെൽഫ് അസംബ്ലി ഓഫ് ദ വൈറസ് ക്യാപ്സിഡ് ഫോളോ ടു ടൈപ്പ് ഓഫ്. ഇനി ഇതിൻ്റെ സിമ്മട്രി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വൈറൽ ആർക്കിടെക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പിലുള്ള സിമ്മട്രിയാണ് ഇതിനകത്തുള്ളത്. ഹെലിക്കൽ ആയിട്ടുള്ള സിമ്മട്രി. ന്യൂക്ലിക് ആസിഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഹെലിക്സ്. ഒരു ഹെലിക്സ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സിമ്മട്രിക്കാണ് ഹെലിക്കൽ സിമ്മട്രി എന്ന് പറയുന്നത്. ഒരു ഇക്കോസാഹിഡ്രൻ പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ഇക്കോസാഹിഡ്രൽ സിമ്മട്രി എന്ന് പറയുന്നത്. Some virus family have an additional covering called envelope. ചില വൈറസിനകത്ത് ഒരു എൻവലപ്പും കൂടെ പ്രസന്റ് ആണ്. ഹോസ്റ്റിൽ നിന്ന് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. അത് ലിപ്പിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ എക്സ്റ്റീരിയർ ഓഫ് ദ ബൈലെയർ സ്റ്റഡഡ് വിത്ത് വൈറസ് കോട്ടീൻ ഗ്ലൈക്കോസിലേറ്റഡ് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ. ഇങ്ങനെയുള്ള ആ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ട്രാൻസ് മെംബ്രെയിൻ സ്പൈക്സ്, എൻവലപ്പിന് മുകളിലുള്ള സ്പൈക്സിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടീനേഷ്യസ് സ്പൈക്സ് വിച്ച് ആർ പ്രസന്റ് ഓൺ ദ എൻവലപ്പ് ആർ കോൾഡ് പെപ്ലോമേഴ്സ്. എൻവലപ്പിന് പുറത്ത് കാണുന്ന പ്രൊജക്റ്റിംഗ് ആയിട്ടുള്ള സ്പൈക്സിന് പറയുന്ന പേരാണ് പെപ്ലോമർ. വൈറസ് എൻവലപ്പ് ക്യാൻ ബി കൺസിഡേർഡ് ആൻ അഡീഷണൽ പ്രൊട്ടക്റ്റീവ് കവർ. ഒരു അഡീഷണൽ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് എൻവലപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇനി അതിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് രണ്ട് ടൈപ്പ് ആർക്കിടെക്ചർ ആണുള്ളൂ. മെയിനായിട്ടും മൂന്ന് ടൈപ്പ് ഉണ്ട്: ഹെലിക്കൽ, ഇക്കോസാഹിഡ്രൻ, കോംപ്ലക്സ്. ഹെലിക്കൽ സിമ്മട്രി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. In the replication of virus with a helical symmetry, identical protein subunits self-assemble into a helical array surrounding the nucleus. ഒരു ഹെലിക്സ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ടൈപ്പ് സിമെട്രിയാണ്, which follows a similar spiral path. Such nucleocapsid form rigid
highly elongated rod or flexible filaments. ഇതേപോലെ ഇങ്ങനെ ഒരു ഹെലിക്സ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സിമെട്രിക്കാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഒക്കെ ഹെലിക്കൽ സിമെട്രി കാണുന്ന വൈറസിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയുള്ള ഇതിന് ഇതാണ് സിമെട്രിയാണ് ഹെലിക്കൽ സിമെട്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് സിമെട്രിയാണ് ഇക്കോസാഹിഡ്രൽ സിമെട്രി. ഒരു ഇക്കോസാഹിഡ്രൺ എന്ന് പറയുന്നത് ഒരു പോളിഗൺ ആണ്, ഒരു പോളിഹെഡ്രൺ ആണ്. having 20 equilateral triangle faces and 12 vertices. ഒരു 20 equilateral triangle, ഇതാണ് ഒരു equilateral triangle എന്ന് പറയുന്നത്. അങ്ങനെ 10 ഒരു വശത്ത് 10 അപ്പുറത്തെ വശത്ത് 10, അങ്ങനെ 20 equilateral triangle faces കാണും. അതുപോലെ തന്നെ 12 വെർട്ടിസസും അടങ്ങിയിട്ടുള്ള ഒരു ഇക്കോസാഹിഡ്രൽ അല്ലെങ്കിൽ ഒരു ഇക്കോസാഹിഡ്രന്റെ ഇതിൽ കാണുന്നതാണ് ഇക്കോസാഹിഡ്രൽ സിമെട്രി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വൈറസിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈറസിന്റെ ആർക്കിടെക്ചർ അത് 2 ടൈപ്പിലാണ്, ഹെലിക്കൽ സിമെട്രി ആൻഡ് ഇക്കോസാഹിഡ്രൽ സിമെട്രി. വൈറസ് ഏതെങ്കിലും ഒരു ലിവിങ് ബോഡിക്കകത്താണ് കാണപ്പെടുന്നത്. അങ്ങനെ ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിനെ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. വൈറസ് ദാറ്റ് ഇൻഫെക്റ്റ് ആക്ടിനോമൈസീഡ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ് ആക്ടിനോഫേജ് എന്ന് പറയും. സൈനോബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ് സൈനോഫേജ് എന്ന് പറയും. അതുപോലെ ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിനെ പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. Bacteriophage are bacteria infecting virus. They are also called phage or simply bacterial virus, as any group of virus that infect bacteria are referred to as bacteriophage. Virus that infect bacteria are called bacteriophage. A bacteriophage is a virus that parasitize bacteria and reproduce inside it. ബാക്ടീരിയക്കകത്തായിരിക്കും അതിൻ്റെ റീപ്രൊഡക്ഷനും ഒക്കെ നടക്കുന്നത്. ഒരു ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ എ ടിപ്പിക്കൽ ബാക്ടീരിയോഫേജ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ പോളിഹെഡ്രൽ ഹെഡ്. ഒരു ഹെഡ് റീജിയൻ, ഒരു പോളിഹെഡ്രൽ ആയിട്ടുള്ള ഹെഡ് റീജിയൻ ഉണ്ട്, ഒരു കോളാർ റീജിയൻ ഉണ്ട്, അതുപോലെ തന്നെ അതിനൊരു ടെയിൽ റീജിയനും കാണും. The head of the phage consists of 2000. അതിനകത്ത് ഹെഡിനകത്ത് എത്ര ക്യാപ്സോമർ, ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻസിനെയാണ് ക്യാപ്സോമേഴ്സ് എന്ന് വിളിക്കുന്നത്. 2000 ക്യാപ്സോമേഴ്സ് ആണ് ഇതിൻ്റെ ഹെഡിനകത്ത് വരുന്നത്. വിത്ത് ദ ജനറ്റിക് മെറ്റീരിയൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഓർ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, രണ്ടും വരാം. ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഉള്ള ബാക്ടീരിയോഫേജുമുണ്ട്, RNA ഉള്ള ബാക്ടീരിയോഫേജുമുണ്ട്. The tail is composed of an inner hollow tube that is surrounded by contractile sheath with 24 annular ring. ഒരു ഹോളോ ട്യൂബാണ് അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത്. അതിനെ ചുറ്റി ഒരു കൺട്രാക്റ്റൈൽ ഷീത്തും കാണും. അതിൻ്റെ ഏറ്റവും ഡിസ്റ്റൽ എൻഡിലായിട്ട്, ടെയിലിൻ്റെ ഏറ്റവും ഡിസ്റ്റൽ എൻഡിലായിട്ട് കൺസിസ്റ്റ് ഓഫ് ഒരു ബേസ് പ്ലേറ്റ് കാണും. ആ പ്ലേറ്റിൽ നിന്ന് ടെയിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് അറൈസ് ചെയ്തിട്ടുണ്ടാകും. ഇതാണ് ഒരു ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചറാണ്. അതിൻ്റെ ഹെഡ് റീജിയൻ, അതിൻ്റെ ക്യാപ്സിഡാണ് ഞാൻ പറഞ്ഞത്, 2000 ക്യാപ്സോമേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ന്യൂക്ലിക് ആസിഡ് കാണും, DNA ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA കാണും. അപ്പോൾ ഒരു DNA ഉണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ കോളാർ റീജിയൻ. പിന്നെ ഒരു ടെയിൽ റീജിയൻ, ഒരു ഹോളോ ഷീത്ത് ആണെന്ന് പറഞ്ഞു, ഒരു ടെയിൽ റീജിയൻ. ആ ടെയിൽ റീജിയൻ എൻഡ് ചെയ്യുന്നിടത്ത് വരുന്നതാണ് ബേസ് പ്ലേറ്റ്. ആ ബേസ് പ്ലേറ്റിൽ നിന്ന് ടെയിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് അറൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് ടെയിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ബാക്ടീരിയോഫേജിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 2 തരത്തിലുള്ള ലൈഫ് സൈക്കിളാണ് ഉള്ളത്. ലൈറ്റിക് സൈക്കിളുമുണ്ട്, ലൈസോജനിക് സൈക്കിളുമുണ്ട്. After the phage infect the host cell and inserts its genetic material into the host cell, it follows either of the 2 life cycle, lytic cycle or virulent cycle, lysogenic cycle or temperate cycle. Lytic cycle ne നമ്മൾ virulent cycle എന്ന് പറഞ്ഞു. ബാക്ടീരിയോഫേജിനകത്ത് എൻട്രി ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം നടന്നു കഴിയുമ്പോൾ അത് ആ ബാക്ടീരിയയെ അങ്ങ് ലൈസ് ചെയ്യും, അങ്ങ് നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് അതിനെ വിറുലന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. എന്നാൽ ലൈസോജനിക് സൈക്കിൾ അങ്ങനെയല്ല. അപ്പോൾ ടെമ്പറേറ്റ് സൈക്കിൾ എന്നാണ് അതിനെ പറയുന്ന പേര്. അങ്ങനെ 2 തരത്തിലുള്ള ലൈഫ് സൈക്കിളാണ് ബാക്ടീരിയോഫേജിന് ഉള്ളത്. ലൈറ്റിക് സൈക്കിൾ എന്താണെന്ന് നോക്കാം നമുക്ക്.
If they uptake the lytic cycle, bacteriophage infect the host cell and kill it to release the progeny virus. Lytic cycle ന്റെ പ്രത്യേകത അതാണ്. മദർ സെല്ലിനെ അല്ലെങ്കിൽ ബാക്ടീരിയൽ സെല്ലിനെ ലൈസ് ചെയ്താണ് പ്രോജനി പുറത്തേക്ക് വരുന്നത്. The steps involved in this cycle are as follows. പല മെയിനായിട്ടും 5 സ്റ്റെപ്പിൽ കൂടിയാണ് ഇതിൻ്റെ സൈക്കിൾ നടക്കുന്നത്. അല്ലാത്ത ആദ്യത്തെ സ്റ്റെപ്പാണ് അഡ്സോർപ്ഷൻ. ബാക്ടീരിയോഫേജ് വന്ന് ബാക്ടീരിയയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഫേസ്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇൻഫെക്ഷൻ ബൈ ഫേജ് in which the bacteriophage attach itself to the surface of the host cell. ബാക്ടീരിയയുടെ സർഫസിലേക്ക് വന്നിത് അറ്റാച്ച് ചെയ്യുന്ന ഫേസ്. For attachment, the tip of the tail fibers attach to specific receptor site. ആ tail fibers വന്ന് സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്ററിലേക്കാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അറ്റാച്ച് ചെയ്തു, ഇനി ഇതിന് പെനട്രേറ്റ് ചെയ്യണം, ഇതിൻ്റെ DNA ഇതിനകത്തോട്ട് എൻട്രി ചെയ്യണം. ആ സ്റ്റെപ്പാണ് പെനട്രേഷൻ എന്ന് പറയുന്നത്. ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദ ടെയിൽ ഷീത്ത് ഓഫ് ദ ഫേജ് കൺട്രാക്ട് ആഫ്റ്റർ അഡ്സോർപ്ഷൻ ഹാസ് ടേക്കൻ പ്ലേസ്. അപ്പോൾ ഇത് വന്ന് ടെയിൽ ഫൈബർ ഉപയോഗിച്ച് ഇത് വന്ന് ബാക്ടീരിയയുടെ സർഫസിലേക്ക് ഇത് വന്ന് അറ്റാച്ച് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ടെയിൽ ഷീത്ത് അങ്ങ് കൺട്രാക്ട് ചെയ്യും, അങ്ങ് ചുരുങ്ങും. എന്നിട്ട് the base plate and the tail fibers attach firmly to the bacterial cell surface. The phage lysozyme weakens a part of the host cell wall and the hollow core is pushed downwards through it. ഇതിനകത്ത് ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ലൈസോസൈം എന്ന് പറഞ്ഞാൽ സെൽ വോളിനെ ലൈസ് ചെയ്യുന്ന എൻസൈമാണ് ലൈസോസൈം. ഈ ലൈസോസൈം എൻസൈം ബാക്ടീരിയൽ സെൽ വോളിന്റെ ഏത് ഭാഗമാണോ ഏറ്റവും വീക്ക് ആയിട്ടുള്ളത് അവിടെ ലൈസിസ് ഉണ്ടാക്കും. ലൈസിസ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഹോളോ കോറ്, ആ കോർ റീജിയൻ DNA ഇതിനകത്തോട്ടങ്ങ് പുഷ് ചെയ്യും, ഇതിനകത്തോട്ടങ്ങ് എൻട്രി ചെയ്യും. ദ ഫേജ് DNA ഈസ് ദെൻ ഇൻജെക്റ്റഡ് ഇൻസൈഡ് ദ ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയൽ സെല്ലിനകത്തോട്ട് DNA ഇൻജെക്റ്റഡ് ആകും. ഇനി ഇതിന് വേണ്ട കമ്പോണൻസ് എല്ലാം സിന്തസൈസ് ചെയ്യുവാണ് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ദ കമ്പോണൻസ് ഓഫ് ന്യൂ വൈറസ് പാർട്ടിക്കിൾ ആർ പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ ഫേജ് ഈസ് റിലീസ്ഡ്. ഇപ്പം പെനട്രേഷനകത്ത് ഫേജിന്റെ DNA ഇതിനകത്തോട്ട് പെനട്രേറ്റ് ചെയ്തു. അതിനുശേഷം ഇതിന് വേണ്ട കമ്പോണൻസ് എല്ലാം ഇത് സിന്തസൈസ് ചെയ്യും. The subunit of the phage then appear which include head, tail and late protein. ഒരു കംപ്ലീറ്റ് മെച്യൂർ ഫേജ് അതിനകത്ത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഹെഡ് ഉണ്ടാകണം, ടെയിൽ ഉണ്ടാകണം. അപ്പോൾ ഈ കമ്പോണൻസ് എല്ലാം ഇതിനകത്ത് ബാക്ടീരിയക്കകത്ത് സിന്തസൈസ് ചെയ്യും. Early protein specific enzymes carry out the synthesis. Components of phage are also present in the nucleus and the cytoplasm. ന്യൂക്ലിയസിനകത്തും കാണപ്പെടുന്നുണ്ട്, സൈറ്റോപ്ലാസത്തിനകത്തും കാണപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ അതിന് വേണ്ടതായ കമ്പോണൻസ് എല്ലാം അത് സിന്തസൈസ് ചെയ്തു. ഇനി അത് മെച്യൂർ ആകുകയാണ് ചെയ്യുന്നത്. മെച്യൂറേഷൻ ആൻഡ് അസംബ്ലി ഇതെല്ലാം കൂടെ അങ്ങ് അസംബിൾഡ് ആകും. വെൻ ദ സെൽസ് മെച്യൂർ the head and the tail protein of the phage DNA which is surrounded by protein coat assemble. അപ്പോൾ എല്ലാം വേണ്ടതെല്ലാം സിന്തസൈസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതെല്ലാം കൂടി അസംബിൾഡ് ആകുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Ultimately, virion forms by the addition of tail structure. Virion is the complete infectious particle. ആ വേണ്ട വിറിയോൺ എല്ലാം അങ്ങനെ അത് കംപ്ലീറ്റ് ഒരു വിറിയോൺ ആയിട്ട് അത് അസംബിൾഡ് ആകും. അതിനുശേഷം മദർ സെല്ല്, ബാക്ടീരിയൽ സെല്ല് ലൈസ് ചെയ്തു. ലൈസിസ് ഓഫ് ദ ബാക്ടീരിയൽ സെൽ ടേക്സ് പ്ലേസ് ആൻഡ് റിലീസ് ദ പ്രോജനി. അപ്പോൾ കംപ്ലീറ്റ് പ്രോജനി ഇവിടെ ഡെവലപ്പ് ചെയ്ത് കഴിയും. ആ പ്രോജനി ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ബാക്ടീരിയൽ സെൽ ലൈസ് ചെയ്യുന്നു, ഇത് റിലീസ് ആകുകയും ചെയ്യുന്നു. കംപ്ലീറ്റ് ആയിട്ടുള്ള വൈറസ് അല്ലെങ്കിൽ പ്രോജനി അത് റിലീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ റിലീസ്ഡായി മദർ സെല്ല് ലൈസ് ചെയ്ത് റിലീസായി മാറുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ ആ സൈക്കിളാണ് ലൈറ്റിക് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനകത്ത് കാണുന്ന അടുത്ത ഒരു ടൈപ്പ് ഓഫ് സൈക്കിളാണ്, ലൈഫ് സൈക്കിളിലുള്ള വേറൊരു ടൈപ്പാണ് ലൈസോജനിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ലൈറ്റിക് സൈക്കിളിൽ അതുപോലെയല്ല. ലൈറ്റിക് സൈക്കിളിൽ ഇതെല്ലാം വന്ന് മെച്യൂർ ആയി കഴിഞ്ഞ് മദർ സെല്ലിനെ ലൈസ് ചെയ്താണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല അതിനകത്ത് ഇത് നടക്കുന്നത്. ഇറ്റ് ഈസ് അനദർ പാത്വേ ഓഫ് വൈറൽ റീപ്രൊഡക്ഷൻ ഇൻ എ ഹോസ്റ്റ് സെൽ ആൻഡ് ഇൻ ദിസ് ഫേസ് the integration
of phage nucleic acid into the host cell genome or formation of a circular replicon in the cytoplasm of the host cell takes place. ഇതിനകത്തോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, വൈറസിൻ്റെ DNA ഇതിനകത്തോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോസ്റ്റിൻ്റെ ബാക്ടീരിയയുടെ ക്രോമസോമുമായിട്ട് ഇതങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആണ് ഇതിൻ്റെ ബാക്കി സൈക്കിൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ദ ഹോസ്റ്റ് ബാക്ടീരിയൽ സെൽ കണ്ടിന്യൂസ് ടു ലീവ് ആൻഡ് റീപ്രൊഡ്യൂസ് നോർമലി ഇൻ ദിസ് ഫേസ്. അപ്പോൾ ബാക്ടീരിയ നോർമലായിട്ട് തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യും. ബാക്ടീരിയയുടെ ക്രോമസോമും റെപ്ലിക്കേറ്റ് ചെയ്യും. ബാക്ടീരിയൽ ക്രോമസോം റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വൈറസിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ആയി അത് ബാക്ടീരിയയുടെ ക്രോമസോമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഇൻ്റഗ്രേറ്റഡ് ആയി മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതും അതിൻ്റെ ഒപ്പം തന്നെ ഇതും replicate ചെയ്യും. The genetic material of the phage, also called prophage, is transmitted to the daughter cell. അങ്ങനെ ബാക്ടീരിയയിലേക്ക്, ബാക്ടീരിയയുടെ ക്രോമസോമിലേക്ക് വൈറസിന്റെ DNA ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോഫേജ്. അത് അടുത്തടുത്ത പ്രോജനിയിലേക്ക് അല്ലെങ്കിൽ ഡോട്ടർ സെൽസിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദ ലൈസോജനിക് സൈക്കിൾ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ലൈറ്റിക് സൈക്കിൾ ഇൻ ദ റെസ്പെക്ട് ദാറ്റ് ദ ലൈസോജനിക് സൈക്കിൾ ഡസ് നോട്ട് ലൈസ് ദ ഹോസ്റ്റ് സെൽ. മറ്റിടത്താണ് ലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് മദർ സെല്ലിനെ, ഇവിടെ ലൈസ് ചെയ്യുന്നില്ല, ഇതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ പ്രോഫേജ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു ദ ലൈറ്റിക് ഫേസ് എയ്തർ നാച്ചുറലി ഓർ ആർട്ടിഫിഷ്യലി ബൈ ഫിസിക്കൽ ഓർ കെമിക്കൽ ഏജൻസ്. ഇനി എന്തെങ്കിലും ഒരു ഇൻഡക്ഷൻ ഇത് തിരിച്ചിത് ലൈറ്റിക് സൈക്കിളിലേക്ക് വരും. അത് എന്തെങ്കിലും ഒരു ഇൻഡ്യൂസിങ് ഏജന്റ്, അത് നാച്ചുറൽ ആയിട്ടുള്ള ഏജൻസ് ലൈക്ക് UV റേഡിയേഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴോ ഒക്കെ അത് ലൈറ്റിക് സൈക്കിളിലേക്ക് തിരിച്ചു വരാം. അല്ലെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഏജൻസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് തിരിച്ച് അതിൻ്റെ ഫേജ് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്, അത് തിരിച്ചത് വീണ്ടും അതിൻ്റെ ലൈറ്റിക് സൈക്കിളിലേക്ക് തന്നെ അത് തിരിച്ചു വരും. ദ ബാക്ടീരിയ ക്യാരിയിങ് പ്രോഫേജ് വൈറസ് വിത്തൗട്ട് ബീയിങ് ലൈസ്ഡ് ആർ നോൺ ആസ് ലൈസോജനിക് ബാക്ടീരിയ. അങ്ങനെ പ്രോഫേജിനെ ക്യാരി ചെയ്യുന്ന ആ ബാക്ടീരിയ വിളിക്കുന്ന പേരാണ് ലൈസോജനിക് ബാക്ടീരിയ എന്ന് പറയും. അപ്പം ഇതാണൊരു പടം കാണിച്ചിരിക്കുന്നത്. ഒരു ബാക്ടീരിയോഫേജ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു, അതിൻ്റെ DNA ഇതിനകത്തോട്ട് എൻട്രി ചെയ്യുന്നു. DNA RNA എന്തുവാകാം, ഫേജ് ഇൻഡ്യൂസ്ഡ് പ്രോട്ടീൻസ് ഒക്കെ ഇവിടെ സിന്തസൈസ് ചെയ്യുന്നു. അതിൻ്റെ വേണ്ട കമ്പോണൻസ് എല്ലാം ഇവിടെ ഉണ്ടാകുന്നു. മെച്വർ ഫേജ് ഉണ്ടാകുന്നു. ആ മെച്വർ ആയിട്ടുള്ള ബാക്ടീരിയോഫേജ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് റിലീസ് ചെയ്ത് പുറത്തേക്ക് വരും. ഇത് ലൈറ്റിക് സൈക്കിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ലൈസോജനിക് സൈക്കിൾ വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. ഇത് ഈ വൈറസിൻ്റെ DNA ഇതിനകത്തോട്ട് ഇതങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വൈറസിൻ്റെ DNAയും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ബാക്ടീരിയോഫേജിനകത്ത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വൈറസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. ഇതിനകത്ത് കാണുന്ന രണ്ട് ടൈപ്പ് ലൈഫ് സൈക്കിളാണ് ലൈറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളും.